ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, വേറെ ഒന്നും കൊണ്ടല്ല, സമയമില്ലായിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താ വീഡിയോസ് ഇടാത്തേ. അപ്പോൾ വിചാരിച്ച് ഏതായാലും ഇങ്ങനെ പോവില്ലേ, അപ്പോൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ കൊളീഗായിട്ടുള്ള നേഹ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ മതിയോ, കമോൺ ഇങ്ങോട്ട് വരൂ, ഇതാണ് നേഹ. നേഹൻ്റെ വയറ് കാണിക്കും, ഇതുവരെയൊക്കെ വയറ് കാണില്ല. അപ്പോൾ അവൾ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയായിട്ടുണ്ട്. ഇനി പ്രസവിക്കാൻ മാത്രം മതി. അപ്പൊ അവൾക്ക് എന്ത് വാങ്ങാനാ പോണ്? എക്സസൈസ് ചെയ്യാനുള്ള ബോൾ. ഓൾറെഡി ഒരു ബോൾ ഉണ്ട്, ഇനി വേറൊരു ബോളും കൂടെ ആയിക്കോട്ടെ. അപ്പൊ ഇനി അത് വാങ്ങിക്കാൻ പോകണം. അപ്പൊ ഏതായാലും പോവല്ലേ, അപ്പൊ ജസ്റ്റ് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച്. കുറേ ആയി എന്നോട് എല്ലാവരും പറഞ്ഞു ഇനിയും വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ അൺഫോളോ ആക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പൊ ഇനി ഇങ്ങനെ ഇവിടെ എന്നെ മുതലാക്കാന്ന് വിചാരിച്ചു. അതെ അതെ അതെ. അപ്പൊ ഇനി ഇങ്ങനെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പ്രസവം വരെ അതായിരിക്കും എൻ്റെ കണ്ടന്റ്, ഒന്നും വിചാരിക്കരുത്. കാരണം എനിക്ക് വീട്ടിൽ നിൽക്കാനുള്ള സമയമില്ല, ഞാൻ എന്നും ഇങ്ങോട്ട് വരുന്നോണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന മക്കളെ വീഡിയോസ് ഇടാനാണ്. അപ്പോൾ ശനിയാഴ്ചയാണ് എൻ്റെ ലീവ്. അപ്പം അന്ന് അവരുടെ വീഡിയോസ് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇനി ഞങ്ങൾ എന്താ വാങ്ങിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു. ഓക്കേ, ഞാൻ വർക്ക് ചെയ്യുന്ന മോൾ തന്നെയാണ്. ഇവിടുന്നാണ് ഞങ്ങൾ അവൾക്കുള്ള ബോൾ വാങ്ങിക്കാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ബോൾ കാണിക്കൂ. ഫസ്റ്റ് ബോൾ, ഇനി സെക്കൻഡ് ബോൾ വാങ്ങിക്കാൻ പോകുന്നതാണ്. എനിക്കറിയില്ല, നീയല്ലേ ഇവിടുത്തെ സ്വന്തം ആള്. നമ്മളിവിടുന്ന് മാറി ആണോ? എനിക്കറിയില്ല, ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. എവിടെ എൻ്റെ ബോൾ എവിടെ? നീ ഇവിടെ കണ്ടുണ്ടോ? കിട്ടിയോ? അങ്ങനെതാ ഞങ്ങൾക്ക് ബോൾ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇതാണോ അത്? ഇത് എന്നിട്ട് നമ്മള് എയർ അങ്ങനെ വെക്കുന്ന ഇത് എയർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന് എക്സസൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല. അവൾക്ക് വലിയ നിശ്ചയമില്ല. പല പല ബോളുകൾ പല തരമാണ്. മലയാളിയാന്ന് തോന്നുന്നുണ്ട്. അല്ല, ഭാഗ്യം മലയാളി അല്ല. ആ ഓക്കെ, സൈസ് ഡിഫറൻസ് ആയിരിക്കും. ഇത് രണ്ടും സെയിം. ഇത് 75 സെന്റിമീറ്റർ ഉള്ളതുകൊണ്ടാണ്. ഇത് രണ്ടും സെയിം, ഇത് റേറ്റ് കുറവ്. സ്നേഹം ഇവിടെ ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. 65 75. 65 തീരെ കുഞ്ഞിതാവോ? 65 സെന്റിമീറ്ററോ? ആ, കുറച്ച് ചെറുതായിരിക്കുമല്ലോ. നീ ഇവിടെ ഇരുന്ന് വീർപ്പിക്കേണ്ട വരും. എന്നാല് ഇത് ഡിഫറെന്റാ, സൈസ് സെയിമാ? സൈസ് സെയിം അല്ല, ഇതും ഈ രണ്ടും സൈസ് സെയിമാ, പക്ഷെ റേറ്റ് ഡിഫറെന്റാ. ആ ഓക്കെ, നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് എടുക്കാം. പൈസ ഇറക്കുന്നേ. അല്ലാതെ ഒന്നും എക്സസൈസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. നിനക്ക് മാറ്റ് വേണോ? അത്ര കാർബണം വേണ്ടാന്ന്. ബോളൊക്കെ കിട്ടി. ഇനി അതിൽ എക്സസൈസ് അതിന് വീഡിയോ ഒന്ന് അയക്കണേ. ചെയ്യൂലേ? ഓക്കെ. ഭയങ്കര റിച്ചാണ്, വിചാരിക്കുന്ന പോലെ ഒന്നല്ല. 200 താഴെയുള്ള നോട്ടുകൾ അവൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഞങ്ങൾക്ക് സാധനം കിട്ടി, ഞങ്ങൾ പോവാണ്. നേഹന്റെ അമ്മ ഇന്നലെ എത്തി. ആ ഡ്രസ്സുകളാണിത്. നാട്ടിൽ നിന്ന് കുറെ എല്ലാവരും ഇവിടെ നിന്നാണ് ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, പിന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് അവളുടെ ഒരു. പിന്നെ എങ്ങനെയാണ് കൊണ്ടുവരും, പിന്നെ നമുക്ക് പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ ഇനി എന്താ അടുത്ത പരിപാടി? ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളെ ഫുഡ് കോർട്ടിൽ ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് കാക്കമാണ്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കോർട്ടിലെത്തി. ഞങ്ങൾ ജ്യൂസ് കുടിക്കാം അല്ലേ നേഹ? എന്താ കഴിക്കണോ അതോ വേറെ എന്തെങ്കിലും കഴിക്കണോ? എന്താ കഴിക്കാം? ഇവിടെ മണൊക്കെ അടിച്ചപ്പോഴേ പുതിയ എന്താ വേണ്ടേ? ഓക്കെ, നമുക്ക് ഇവിടെ എത്തിയപ്പോൾ എന്തോ കഴിക്കണം പുതിയ. അപ്പം ഞങ്ങൾ എന്താ നോക്കട്ടെ ഇവിടെ ഉള്ള. അവിടെ ഉണ്ടല്ലോ ജോളിബീൻ്റെ അപ്പുറത്തുള്ള കട.
DQ അല്ലേ? ജ്യൂസ് വലിയ സുഖം ഉണ്ടായില്ലേ? അല്ല ഫ്രഷ് ജ്യൂസ് തന്നെ ആ ഞാൻ കിവി വാങ്ങിച്ചിട്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ വന്ന് ഫ്രഷ് ജ്യൂസ് ഉണ്ടോ? ഫ്രഷ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, പിന്നെ അതെ മാംഗോ സ്മൂത്തി ഉണ്ട്, മിക്സ്ഡ് സ്മൂത്തി ഉണ്ട്, സ്ട്രോബെറി സ്മൂത്തി ഉണ്ട്. ഏതാണ്ട് നീ സ്മൂത്തി കഴിച്ചോ? നിങ്ങൾക്ക് എന്താ? ഓറഞ്ച് ഫ്രഷ് ആണോ? ഓറഞ്ച് ഫ്രഷ് ഞാൻ ഒരു ദിവസം വാങ്ങിച്ചിട്ട് കഷ്ടപ്പെട്ട് കുടിച്ച്. ആണോ? ഭയങ്കര ഫ്രഷാണ്. എനിക്ക് ആപ്പിൾ മതി. വേണ്ട അല്ലേ? ഇതിന് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ നീ ഒന്ന് വാങ്ങിച്ചോ, ഇന്ന് വേണമെങ്കിൽ കഴിക്കാം. പറ്റൂല, ഒന്ന് വാങ്ങിച്ചോ പോരെ. പറ്റില്ല. നീ ഏതാ വാങ്ങണം? എന്നിട്ട് വേണമെങ്കിൽ വേറെ സെലക്ട്. എന്നാ എനിക്ക് മാംഗോ സ്മൂത്തി, ഒരു മാംഗോയും ഒരു സ്ട്രോബെറി എടുക്കാം. അങ്ങനെ ഞങ്ങളിതാ മാംഗോ ആൻഡ് സ്ട്രോബെറി ഓർഡർ ആക്കി. സ്ട്രോബെറി അല്ല, സ്ട്രോബെറി ഒരു മാംഗോ ഒരു സ്ട്രോബെറി. 200 കൊടുത്ത് അടുത്ത 200. ഫുൾ 200ന്റെ കളികൾ. എത്ര 200 ഉണ്ട് ശരിക്കും? കഴിഞ്ഞ 2 ഇനി 200 ഇല്ല. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം, ഔട്ട്ഡോർ. ഞാനിതുവരെ ഇങ്ങോട്ട് വന്നില്ല. ഓ ഭയങ്കര തണുപ്പാണല്ലോ, കഴിക്കാൻ കഴിയില്ല. നമ്മൾ ഓൾറെഡി സ്മൂത്തി ഓർഡർ ചെയ്തിട്ട് തണുത്ത് വിറച്ച് കഴിക്കേണ്ട വരും. ഇരിക്കണ്ടടി, അതാന്നല്ലേ. നമുക്ക് ഉള്ളിലേക്ക് തന്നെ പോവാ. അവിടെ പോയിരുന്നോളൂ, ഞാൻ കൊണ്ടുവരാം. കുഴപ്പമില്ല, അവിടെ പോയിരുന്നോളൂ. അങ്ങനെ ഞങ്ങൾ സ്മൂത്തി കിട്ടി. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടം, ഞാൻ കുടിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര തണുപ്പാ. ഇതെന്തടി കിട്ടാത്ത? ആഞ്ഞടിക്കും. ഞാൻ വലിച്ചിട്ട് കിട്ടുന്നില്ല. എന്റെ മോളെ ഭയങ്കര തണുപ്പ്. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇത് കുടിച്ച് തീരുന്നവരെ നമ്മൾ വീഡിയോ എടുത്താലേ 2 മണിക്കൂറാവും. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് കട്ട് ചെയ്യാം, ബാക്കി പിന്നെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ജ്യൂസും കൊണ്ടിട്ട് ഞങ്ങളിത് ഓഫീസിലേക്ക് പോകുന്നതാണ്. ജ്യൂസ് കുടിച്ച് കഴിയുന്നവരെ അവിടെ നിൽക്കാൻ കഴിയില്ല, കാരണം ഇത് ഭയങ്കര തണുപ്പാണ്, കുറേ ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഇനി ഓഫീസിലെത്തിയിട്ട് ജ്യൂസ് കുടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കൂടിയൊക്കെ ജ്യൂസ് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓഫീസിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ന്യൂ ഇയർ ഗിഫ്റ്റാണ്, പക്ഷെ കുറച്ച് ലേറ്റായി പോയി. ഒരു 10 ദിവസം കഴിഞ്ഞു തോന്നി. അപ്പോൾ ഇതെന്താണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡയറി 2025 ഡയറി ഉണ്ട്. പിന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് സോണിയുടെ, പിന്നെ ഒരു വൗച്ചറുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാലും താങ്ക് യു, നമുക്കിത് കിട്ടിയല്ലോ ഗിഫ്റ്റായിട്ട്, ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വീട്ടിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.